വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നമ്മുടെ +1 ആണെങ്കിലും +2 ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിലും ചോദിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ ക്വസ്റ്റ്യനാണ്. 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസ് എന്ന് വെച്ചാൽ നമുക്ക് ഇഫ് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് തരും, എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അപ്പം നമ്മൾ വെറുതെ എന്തെങ്കിലും എഴുതിയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു മീനിങ് വരുന്ന ഒരു ആൻസർ ആയിരിക്കും അതിലേക്ക് എഴുതുന്നത്. പക്ഷെ അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ +2കാരാണെങ്കിൽ ഇഫ് ഐ വെയർ യു എന്നൊരു സെൻറ്റൻസ് തരും. അതായത് അജിത്തിൻ്റെ കൂട്ടുകാരൻ പറയുന്നത് ഞാനായിരുന്നെങ്കിൽ നിൻ്റെ സ്ഥാനത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തേനെ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. +1 ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. 3 ടൈപ്പ് സെൻറ്റൻസ് അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അത് അങ്ങോട്ട് പഠിച്ചാൽ മതി. അതായത് ഫസ്റ്റത്തേത് വരുന്നത് റിയൽ സിറ്റുവേഷൻസിൽ വരാണ്. അതായത് ഇഫ് ഹീ പ്ലേസ് വെൽ. കണ്ടോ, ഇഫ് ഹീ പ്ലേസ് വെൽ സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ആൻസറിൽ എന്ത് ചേർക്കണം? ദ ടീം വിൽ വിൻ ദ മാച്ച് എന്നാക്കണം. അതായത് ഇഫ് ഹി പ്ലേസ് പ്രസൻറ്റ് ടെൻസിൽ ഇഫ് യു ഇൻവൈറ്റ്, ഇഫ് ഷീ ഡാൻസസ് എന്നൊക്കെ പറഞ്ഞ് തരുമ്പോൾ ഒരു സെൻറ്റൻസ് തരുമ്പോൾ, ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് തരുമ്പോൾ നമ്മൾ ആൻസർ അടുത്ത പാർട്ട് എഴുതുമ്പോൾ അതിൽ വിൽ എന്ന വാക്ക് ഉണ്ടായിരിക്കണം. ഷീ വിൽ അറ്റൻഡ് ദ പാർട്ടി, ഷീ വിൽ വിൻ ദ മാച്ച്, ഷീ വിൽ വിൻ ദ എക്സാം എന്നുള്ള ആ വിൽ അവിടെ വേണം. അതാണ് ആദ്യത്തെ ടൈപ്പ്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ഹി പ്ലേസ് എന്നല്ല നമ്മൾ ആദ്യം പഠിച്ചത്. രണ്ടാമത്തെ ഇതിൽ പാസ്റ്റ് ടെൻസിലായിരിക്കും തരാം. ഇഫ് ഹി പ്ലേഡ് എന്നാണ് നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ ഇഫ് ഷീ സ്റ്റഡീഡ്, ഇഫ് ഷീ ഡാൻസ്ഡ്, അങ്ങനെ പാസ്റ്റ് ടെൻസിൽ തന്നാൽ നമ്മുടെ ആൻസറിൽ എന്ത് വേണം? വുഡ് എന്ന വാക്ക് വേണം. ഓക്കെ, ദ ടീം വുഡ് വിൻ ദ മാച്ച്, ഷീ വുഡ് വിൻ ദ എക്സാം, ഷീ വുഡ് വിൻ ദ കോൺടെസ്റ്റ്, ഷീ വുഡ് അറ്റൻഡ് ദ പാർട്ടി. ആൻസർ എന്തോ ആയിക്കോട്ടെ, അതിൽ വുഡ് വേണം. ഓക്കെ, പാസ്റ്റ് ടെൻസിൽ തരുമ്പോൾ. ദെൻ മൂന്നാമത്തെ ഇതാണ് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിൽ തരാമെന്ന്. അതായത് ഇഫ് ഹീ ഹാഡ് പ്ലേഡ്, ഇഫ് ഷീ ഹാഡ് പ്ലേഡ്, ഇഫ് ഷീ ഹാഡ് ഡാൻസ്ഡ്, അങ്ങനെ ഹാഡ് വെച്ചിട്ട് തരുമ്പോൾ നമ്മുടെ ആൻസറിൽ എന്ത് വേണം? വുഡ് ഹാവ്. ദെൻ നമ്മുടെ വെർബ് V3 ഫോമിൽ വേണം. വുഡ് ഹാവ് വോൺ, വുഡ് ഹാവ് കം, വുഡ് ഹാവ് കെയിം. ഓക്കെ, വുഡ് ഹാവ് വോൺ, വുഡ് ഹാവ് കെയിം, അങ്ങനെ വുഡ് ഹാവ് പാസ്ഡ്, അങ്ങനെയുള്ള രീതിക്ക് വേണം എന്ത് ചെയ്യാൻ നമ്മുടെ ആൻസർ വരാൻ. അപ്പോൾ അതിന് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചാൽ മതി. ഇഫ് ഷീ സ്റ്റഡീസ് വെൽ, ഇഫ് ഷീ സ്റ്റഡീസ് വെൽ ഷീ വിൽ വിൻ ദ എക്സാം. ഓക്കെ, ഷീ വിൽ വിൻ ദ എക്സാം. ഇനി ഇഫ് ഷീ സ്റ്റഡീഡ് വെൽ, ഇഫ് ഷീ സ്റ്റഡീഡ് വെൽ ആണെങ്കിലോ ഷീ വുഡ് വിൻ ദ എക്സാം. ഓക്കെ, ഷീ വുഡ് win the exam. ഇനി if she had studied well, if she had studied well she would have won. അതാണ് അതിൻ്റെ ഫോർമാറ്റ്. കേട്ടോ, ഇതിപ്പോൾ തന്നെ അങ്ങോട്ട് കാണാതെ പഠിച്ചോളൂ. കേട്ടോ, ഇതെന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.